ആർത്തവം സ്ത്രീകൾക്ക് പകരം പുരുഷന്മാർക്കായിരുന്നെങ്കിലോ എങ്കിൽ പൊളിച്ചേനെ. അത് സ്ത്രീകളെ അസൂയപ്പെടുത്തുന്ന, പുരുഷന്മാർക്ക് പരസ്പരം പൊങ്ങച്ചം പറയാൻ പറ്റുന്ന നല്ല ആണത്തമുള്ള ഒരു സംഗതി ആയിരുന്നേനെ. ഞാൻ ഇത്ര നേരത്തേക്ക് ഇത്ര ലിറ്റർ ബ്ലീഡ് ചെയ്തു എന്ന് അവർ പാർട്ടികളിൽ പരസ്പരം വീമ്പടിച്ചേനെ. ഉശിരുള്ള ആണുങ്ങളായി എന്നതിന്റെ തെളിവായിട്ട് ആദ്യത്തെ മെൻസസിനെ പയ്യന്മാർ ആഘോഷമാക്കി മാറ്റിയേനെ. മെൻസസ് ബാധിതരുടെ ക്ഷേമത്തിനു വേണ്ടി സ്റ്റാമ്പ് ഇറക്കി പാർലമെന്റ് ഫണ്ട് കണ്ടെത്തിയേനെ. സർക്കാർ വക സാനിറ്ററി പാഡുകൾ എല്ലാവർക്കും സൗജന്യമായി എത്തിച്ചേനെ. പ്രീമിയം ലക്ഷറി മെൻസസ് ഉൽപ്പന്നങ്ങൾക്ക് സിനിമ, സ്പോർട്സ് താരങ്ങൾ ബ്രാൻഡ് അംബാസിഡർമാരായേനെ. അതിന്റെ പരസ്യങ്ങളുടെ ഹോർഡിങ്ങുകൾ ദേശീയപാതയുടെ ഇരുവശത്തും പൊങ്ങി വന്നേനെ. രാജ്യത്തെ ബുദ്ധിജീവികൾ ആർത്തവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഉദീരണങ്ങൾ ചമച്ചേനെ. പീരീഡ്സിനെ നേരിടുന്ന പുരുഷന്മാരുടെ ധൈര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പരക്ഷണം കവിതകളും കഥകളും നോവലുകളും പുറത്തു വന്നേനെ. മെൻസസ് ഉള്ള മെൻസിനു മാത്രമേ പിന്നെ സൈന്യത്തിൽ ചേരാനും യോഗ്യതയുണ്ടാകൂ. മന്ത്രിയോ മതപുരോഹിതനുമാകാൻ പോലും പറ്റുകയുള്ളൂ. ആർത്തവം സ്ത്രീകൾക്ക് പകരം പുരുഷന്മാർക്കായിരുന്നെങ്കിൽ അതൊരിക്കലും ഇന്നത്തെ പോലെ ഒരു ടാബു ആവില്ലായിരുന്നു. അതായത് പീരിയഡ്സിന്റെ സമയത്ത് ചില പെമ്പിള്ളേർ അറിയും പീരിയഡ്സ് കാരണമാ മൂഡ് സ്വിങ്സ് ഉണ്ടായത്. അത് പീരിയഡ്സിന്റെ കുഴപ്പമാ, ഹോർമോണിന്റെ പ്രശ്നമാ. അതുകൊണ്ട് ഞങ്ങൾ മിസ്ബിഹേവ് ചെയ്യാനും ദേഷ്യപ്പെടാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയത്തില്ലേ. അതും ആണുങ്ങൾ പറയുന്ന മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ല.